സുഹൃത്തുക്കളെ, മരണത്തിനപ്പുറം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മൾ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അവിടെ കാണിക്കപ്പെടുമെങ്കിൽ, നമ്മുടെ കൈകൾ സംസാരിക്കുമെങ്കിൽ, നമ്മുടെ നാവുകൾക്ക് സീല് വെക്കപ്പെടുമെങ്കിൽ, നമ്മുടെ കാലുകൾ സാക്ഷി പറയുന്ന ഒരു ലോകം കടന്നു വരാനുണ്ട്. വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, ഏകാഗികളായിക്കൊണ്ട് ഒരു കാലിൽ 1000 കാലുകൾ ചവിട്ടാനുള്ള ആ ദിവസത്തിൽ ഒരു യാത്ര പോകേണ്ടവരാണ് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും. അതുകൊണ്ട് മരണത്തെ മറന്നുകൊണ്ട്, മരണത്തിനപ്പുറമുള്ള ഖബർ ജീവിതത്തെ മറന്നുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കേണ്ടതില്ല. പലപ്പോഴും ഒരൽപ്പം വിജ്ഞാനം ലഭിക്കുമ്പോ, നല്ല ആരോഗ്യം ലഭിക്കുമ്പോ, ഒരൽപ്പം സമ്പത്ത് കൈകളിലേക്ക് വരുമ്പോ ധിക്കാരത്തോടുകൂടി നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമോ? സുഹൃത്തെ, ഞാൻ ഇവിടെ സംസാരിക്കുന്നത് സത്യമാണെങ്കിൽ, ആരാരുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, പേരില്ലാത്ത ഊരില്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വന്നു. അത് സത്യമാണെങ്കിൽ, നമ്മൾ മരിക്കുമെന്നത് സത്യമാണെങ്കിൽ, തീർച്ചയായും മരണത്തിനപ്പുറമുള്ള ജീവിതവും സത്യമാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു അറാബി കടന്നു വരികയാണ്. തന്റെ കയ്യിലുള്ള എല്ലിന്റെ കഷ്ണം പൊടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഊതി. അയാളുടെ ചോദ്യം, അല്ല മുഹമ്മദേ, എന്താ നീ പറയുന്നത്? ഞാൻ പാറ്റി പറത്തിക്കളഞ്ഞ ഈ എല്ലിന്റെ കഷ്ണങ്ങൾ വീണ്ടും കൂടിച്ചേരുമെന്നാണോ? പിന്നീട് പരലോകത്തെന്നെ കൊണ്ടുവന്ന് എന്റെ തിന്മകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന, എന്റെ തിന്മകൾക്ക് ശിക്ഷ ലഭിക്കപ്പെടുന്ന, ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? എന്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് അയാൾ പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മറുപടി നൽകുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യര് കരുതുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ വിരൽ തുമ്പുകളെ വ്യത്യസ്തമായി സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ആ അല്ലാഹു നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, തീർച്ചയായും മരണത്തിനപ്പുറം അല്ലാഹു നമ്മളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവിടെ വെച്ചുകൊണ്ട് നരകത്തെ നമ്മൾ കാണുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം, ആ നരകത്തെ നമ്മൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീം, പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. സ്വയം പൊട്ടിത്തെറിക്കുമാറാകുന്ന ഭീകരമായിട്ടുള്ള നരകം, കറുകറുത്ത നിറമുള്ള നരകം. ആ നരകത്തിലെ ഒരു മനുഷ്യന്റെ അണപ്പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളം പോന്നതാണെങ്കിൽ, 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിക്കുവാൻ മാത്രം വലിപ്പം അവരുടെ ചുമലുകൾക്കുണ്ടെങ്കിൽ, അത്രയേറെ ഭീകരമായ നരകം കൊണ്ടുവരികപ്പെടുക തന്നെ ചെയ്യും. ആ നരകത്തിലേക്ക് നമ്മളെ എറിയപ്പെടുക തന്നെ ചെയ്യും. ആ നരകത്തെ നമ്മൾ കണ്ണാൽ കാണുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം സുഹൃത്തെ കടന്നു വരാനുണ്ട്. പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെ പറ്റി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ജീവിച്ച നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഓരോ നിമിഷങ്ങളെയും സംബന്ധിച്ച് നാളെ മറുപടി പറയാതെ നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ടേക്ക് വെക്കുക സാധ്യമല്ല. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗം.